നമ്മളിതുവരെ ഇങ്ങനൊരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. സ്ട്രീമിംഗ് സെറ്റപ്പ് കണ്ടിട്ട് ആരും പേടിക്കാനൊന്നും പാടില്ല, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത്രയേ ഉള്ളൂ. വളരെ ചുരുങ്ങിയൊരു സ്ട്രീമിംഗ് സെറ്റപ്പാണ്. അത് സ്ട്രീമിംഗ് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. അത്രയും ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് ചിലപ്പോൾ ഒരു ഇനി സ്ട്രീമിംഗ് ചെയ്യാൻ, ഗെയിമിംഗ് സ്ട്രീമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറേ പേർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവുമായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് എൻ്റെ റൂമാണ്. എനിവേ, ഞാൻ നിങ്ങൾക്ക് സ്ട്രീമിംഗ് സെറ്റപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല, എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ്, എൻ്റെ സ്ട്രീമിംഗ് ഏരിയ ഒക്കെ എൻ്റെ ബെഡാണ്. അവിടെ കാണാൻ പറ്റും എല്ലാ സാധനങ്ങളും. ഇത് എക്സ്റ്റൻഷൻ ബോക്സാണ്. ഞാൻ എൻ്റെ ലാബിൻ്റെ ചാർജർ, നമ്മുടെ ഫോണിൻ്റെ ചാർജറൊക്കെ ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. എൻ്റെ ഓഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ദൂരത്തുനിന്ന് കേട്ട പോലും പിന്നെ അടുത്ത് കേട്ട പോലെയൊക്കെ തോന്നും, കാരണം ഫോണിൻ്റെ മൈക്കിലാണ് റെക്കോർഡിങ്. സോ ഓഡിയോ ഇഷ്യൂ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഗെയിമിംഗ് ഡിവൈസ് അല്ലെങ്കിൽ എൻ്റെ സ്ട്രീം ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം എന്ന് പറയുന്നത് ഈ കാണുന്നൊരു സാധനമാണ്. ഐഫോൺ 13 ആണ്. ഇത് മാത്രമാണ് ഇതിൽ കുറച്ച് ബഡ്ജറ്റ് കൂടിയതെന്ന് പറയാനുള്ളത്. ഇതിലാണ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രീം ചാമ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്ട്രീം ചാമ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത്. ട്രയൽ ഇന്ന് എൻ്റെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രയൽ വേർഷൻ എക്സ്പയറായി. ട്രയലല്ല, നമ്മുടെ പ്രീമിയം എക്സ്പയറായി. നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വാട്ടർമാർക്കില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് സ്ട്രീം ഡിലേ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പ്രീമിയം വേണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, പ്രീമിയം ഫീച്ചേഴ്സ്. പ്രീമിയം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സാണ്. നിങ്ങൾക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരില്ല. ഫോണിൻ്റെ ഒരു ചിലവുണ്ടാവും. പിന്നെ ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു വേറൊരു ആപ്പുണ്ട്. അത് ഞാൻ വഴിയെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ പ്രിസം ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിനകത്തും അത് ആൻഡ്രോയിഡിൽ വളരെ നീറ്റായിട്ട് വർക്കാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്കിതുപോലെ ഓവർലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഓവർലേ, ഞാനിവിടെ ഓലയെന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓവർലേ സെറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഒരു ആസ്പെക്ട് റേഷ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വെബ് ക്യാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെബ് ക്യാം ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ വേറെ ഡിവൈസ്, അതിനകത്താണ് നമ്മുടെ വെബ് ക്യാമിൻ്റെ പേര്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇതൊന്നും പറഞ്ഞ് വേറെ തന്നെ ചെയ്യേണ്ട. ഇതിൽ റിമോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ HTML ഓവർലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ലോവർ തേർഡൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് റെഡിയാക്കിയതാണ്. നിങ്ങളിപ്പോൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യിക്കാം. പിന്നെ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ അത്യാവശ്യം വശമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തുണ്ടാക്കിയതാണ്. ലോഗോ ആയാലും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി കവർ സെറ്റപ്പും അതുപോലെ ലോവർ തേർഡും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് വരുന്ന സാധനമാണ് നമ്മുടെ ഹെഡ്ഫോൺ. എൻ്റെ കയ്യിൽ വേറെ ഹെഡ്ഫോൺ ഉണ്ട്. പക്ഷേ വയേർഡ് ഹെഡ്ഫോൺ മാത്രമേ നമ്മുടെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉള്ളത്. അതിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്.
അതായത് ഗെയിം ഓഡിയോ നമുക്ക് ഫോണിൻ്റെ സ്പീക്കറിലൂടെ പുറത്തേക്ക് കേൾക്കുന്നത്, നമ്മുടെ ഇയർഫോണിനകത്ത് നമുക്ക് കേൾക്കുന്നില്ല. അങ്ങനൊരു ബഗ് എന്തോ ഇഷ്യൂ ആണ്, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെയുള്ളത് എൻ്റെ ലാപ്ടോപ്പ്. ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്ട്രീമിൽ നമുക്കിപ്പോൾ ചാറ്റ് വായിക്കേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് യൂസ്ഫുള്ളാവും. പിന്നെ ലാപ്പ് അത്യാവശ്യം നല്ലപോലെ സ്ലോ ആണ്, വളരെ ലോ ആൻഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. വളരെ ലോ ആൻഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും i3 പ്രോസസ്സർ പഴയതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാപ്പ് ത്രൂ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിന്. പിന്നെ അതെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാണ് എൻ്റെ സ്ട്രീമിംഗ് കൺസോൾ എന്നൊക്കെ പറയാം. നമ്മുടെ സ്ട്രീമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ത്രൂ ആണ്. നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്ട്രീം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ ഓൾറെഡി കുറേയൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഓൾറെഡി ഇവിടെ പ്രീവിയസ് സെറ്റിങ്സൊക്കെ സേവ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ. അപ്പോൾ റീയൂസ് സെറ്റിങ്സ് കൊടുക്കുക, സെറ്റ് ചെയ്യുക. അതിലിങ്ങനെ കാണാൻ പറ്റും, എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് കൂടുതൽ ടൈപ്പ് ചെയ്യാനൊന്നുമില്ല. പിന്നെ തംബ്നെയിലൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കിയതാണ്. ദെൻ നമ്മൾ സ്ട്രീം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതായത് എത്ര മണിക്കാണ് നമ്മൾ സ്ട്രീം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 6 PM ആണ് നോർമലി എല്ലാ ദിവസവും ചെയ്യാറുള്ളത്. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു, ഇവിടെ ഓക്കെ ആക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ വരും. അതായത് നമ്മളിനി നമ്മുടെ ഡിവൈസ് വെച്ചിട്ട് ഇവിടെ ഡിവൈസിൽ നമ്മൾ ഇത് കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർ ബ്രോഡ്കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്റ്റ് ആകും. അതിൻ്റെ റീസൺ ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ഈ ആപ്പിനകത്ത് നമ്മുടെ യൂട്യൂബ് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതായത് ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. യൂട്യൂബ് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ RTMP സെർവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് RTMP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്ക് കാണുന്നുണ്ടെങ്കിലും ഒരു കീ കോഡ് വെച്ചിട്ട് നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്ട്രീം URL അതുപോലെ സ്ട്രീം കീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ നമ്മുടെ ആപ്പിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് യൂട്യൂബിൻ്റെ. ഇതിന് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ RTMPൻ്റെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. സ്ട്രീമിൻ്റെ കൂടുതലായിട്ട്, അതായത് സ്ട്രീം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രീമിൽ എങ്ങനെ നമ്മൾ കൂടുതലായിട്ട് പോകുന്നു എന്നുള്ളത് പിന്നെ കാണിച്ചു തരാം ഞാൻ വേറൊരു വീഡിയോക്കകത്ത്. ഇപ്പം ഞാൻ ഇത്രേ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്കൊരു സ്ട്രീം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഓവറായിട്ടൊരു വലിയ PCയുടെയോ അല്ലെങ്കിൽ ഒരു വലിയ ഫോണിൻ്റെയോ, ഈവൻ iPhone 13, ഇത് ഞാൻ പറയാൻ ഒരു കാരണം, ഇതിന് നമുക്ക് പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്ററാണ്. ഈവൻ ആൻഡ്രോയിഡ് ഡിവൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രീം ചെയ്യാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്കിൽ സംസാരിക്കുന്നതും അതുപോലെ ഗെയിമിനകത്തെ വോയിസും നമുക്ക് ഒരേ സമയത്ത് കേൾക്കാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡ് ഡിവൈസിൽ അങ്ങനൊരു ഓപ്ഷൻ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതുമാത്രമാണ് എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. ബാക്കി നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലും സെയിം ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ട്രീം ചാമ്പ്യന് പകരം പുറത്ത് വെക്കുക ആൻഡ്രോയിഡിൽ പ്രിസം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഇതുവരെ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നു അതാണ് ഇതുപോലെ നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു HTML ഓവർലേ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നൊരു സ്ട്രീം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്ട്രീമിങ്. ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ചാറ്റ്, അതായത് ലൈവ് പോകുമ്പോൾ നമ്മുടെ ചാറ്റൊക്കെ ഇവിടെയാണ് വരിക. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മൾ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചാറ്റിലാണ് വരിക. ഓക്കെ, പിന്നെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിൽ സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് കൊടുക്കുക, നമ്മൾ ഏത് ഗെയിമാണോ പ്ലേ ചെയ്യുന്നത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീൻ ക്യാപ്ചറായിട്ട് പ്ലേ ആവാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ
ഞാനിപ്പോൾ ഓട്ടോ സ്റ്റാർട്ടും ഓട്ടോ സ്റ്റോപ്പ് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഓട്ടോ സ്റ്റാർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗോ ലൈവ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഫോണിൽ സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ് കൊടുത്തതിന് ശേഷം ഗോ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഇതിൽ സ്ട്രീം സ്റ്റാർട്ടായി തുടങ്ങുള്ളൂ. പിന്നെ അതുപോലെ എൻഡ് ചെയ്യാനുള്ള സമയത്ത് ഇവിടെ എൻഡ് ലൈവ് ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈവിൻ്റെ ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലാപ്പിനൊരു ഇയർഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ട്രിഗറും അതുപോലെ നമ്മുടെ ഫിംഗർ സ്ലീവുമാണ്. കാരണം ഫിംഗർ സ്ലീവ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ കൈ കുറച്ചുകൂടി സ്വെറ്റിയാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ചൂടാവും. അപ്പോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കുറച്ച് പാനിക്കാവും. ആ സമയത്തൊക്കെ ഫിംഗർ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കും നമ്മുടെ സെൻസിറ്റിവിറ്റി ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രിഗർ ഞാൻ മുമ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ഫോൺ കണ്ടില്ലേ, ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ 4 ഫിംഗർ സെറ്റപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിതിൽ 4 വിരലും കൂടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്കല്ല, സോറി, എനിക്ക് പിന്നെ ഗെയിമിലൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റത്തില്ല. സ്ക്രീനിൽ കൈ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്രിഗർ യൂസ് ചെയ്യാറുണ്ട് ഗെയിം കളിക്കുമ്പോൾ. സോ ഇത്രയാണ് ഗൈസ് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ്. പിന്നെ ഒരു മൗസും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത്രയാണ് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ്. ഇതിൽ ലാപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ലാപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആൾട്ടർനേറ്റീവ് വേറെ ഫോണോ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്ട്രീമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കിടന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് അല്ലേ. ഇത്രയേ ഉള്ളൂ സ്ട്രീമിംഗ് സെറ്റപ്പ്. അപ്പോൾ ഇനി നമുക്ക് സ്ട്രീമിൽ കാണാം. സ്ട്രീമിൽ ഫേസ് ക്യാം ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ കണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ കയ്യിൽ. ഫ്യൂച്ചറിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബൈ.